there. It is there. It's over there. There it is. It's right there. There they are. എന്താണ് ഇതിൻ്റെയൊക്കെ മീനിങ്? there പല തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഏതൊക്കെ അവസരങ്ങളിലാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് there ഉപയോഗിക്കുന്നത് നോക്കാം നമുക്ക്. ടു ഷോ എക്സിസ്റ്റൻസ്, ഒരു കാര്യം, ഒരു വസ്തു എവിടെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ നമുക്ക് there ഉപയോഗിക്കാം. there is food in the kitchen. കിച്ചണിൽ ഭക്ഷണം ഉണ്ട്. there are books on the table. ടേബിളിന് മേൽ ബുക്സ് ഉണ്ട്. is there a newspaper here? ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടോ? yes, there is a newspaper here. ഉണ്ട്, ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. are there any people in the room? ആ റൂമിൽ ആളുകൾ ഉണ്ടോ? yes, there are 5 people in the room. ഉണ്ട്, അവിടെ ആ റൂമിൽ 5 ആളുകൾ ഉണ്ട്. ലൊക്കേഷൻ കാണിക്കുന്നതിനും നമുക്ക് there ഉപയോഗിക്കാം. ലൊക്കേഷൻ, സ്ഥാനം, പ്ലേസ്. ഒരു വസ്തു എവിടെ ഇരിക്കുന്നു, അതിൻ്റെ സ്ഥാനം എന്താണ്, സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ there ഉപയോഗിക്കാം. വേർ ഇസ് ഇറ്റ്? എവിടെയാണത്? ഇറ്റ് എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് വേർ ഇസ് എന്ന് ചോദിച്ചത്. വേർ ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് there, അത് അവിടെയുണ്ട്. ഇറ്റ്സ് ഓവർ there. ഓവർ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കുറച്ച് ദൂരെ ഇരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ ഇറ്റ്സ് ഓവർ there എന്ന് പറയാം. ഇറ്റ്സ് റൈറ്റ് there, അത് അവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് റൈറ്റ് there എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് അടുത്തിരിക്കുന്ന വസ്തുക്കളെ പറ്റി പറയുമ്പോഴാണ് ഇറ്റ്സ് റൈറ്റ് there. ഇനി ഇതൊന്നുമല്ലെങ്കിൽ there എന്ന് പറയാം. വേർ ആർ ദേ? അവ, ആ വസ്തുക്കൾ എവിടെയുണ്ട് എന്നാണ്. വേർ ആർ ദേ? ദേ എന്നാണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ആർ എന്നുപയോഗിച്ചു. വേർ ആർ ദേ? ദേ ആർ there. അവ അവിടെയുണ്ട്. ദേ ആർ ഓവർ there. ദേ ആർ ഓവർ there, അത് അവിടെയുണ്ട്. കുറച്ച് ദൂരത്ത് ആണെങ്കിൽ ആണ് അങ്ങനെ പറയുന്നത്, ഓവർ എന്നുപയോഗിക്കുന്നത്. ദേ ആർ റൈറ്റ് there, അത് അവിടെ തന്നെ ഉണ്ട്, അടുത്ത് തന്നെയാണ് എന്നർത്ഥം. there they are, ഇങ്ങനെയും പറയാം. ഇതൊന്നും അല്ലെങ്കിൽ there എന്ന് പറഞ്ഞാലും മതി. ഇനി കുറച്ചുകൂടി സെൻറ്റൻസസ് വേണ്ടേ? വാട്ട് ഈസ് ഓൺ ദ ടേബിൾ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ദർ ഇസ് എ പെൻ ഓൺ ദ ടേബിൾ. ദർ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ എന്നൊക്കെ പറയാം. ആർ ദർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? ആർ ദർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം? ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടോ? യെസ്, ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. ഉണ്ട്, ഒരുപാട് കുട്ടികൾ ക്ലാസ് റൂമിലുണ്ട്. വെർ ഇസ് ദ ലേക്ക്? എവിടെയാണ് ലേക്ക്? ഇറ്റ്സ് ഓവർ there, അത് കുറച്ച് ദൂരത്ത് തന്നെ ഉണ്ട് എന്നാണ്. വേർ ആർ ദ ക്യാരറ്റ്സ്? ദേ ആർ റൈറ്റ് there in the fridge. ക്യാരറ്റ്സ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ദേ ആർ റൈറ്റ് there in the fridge. നോക്കൂ, ക്യാരറ്റ്സ്, ക്യാരറ്റ്സ് എന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്. ദേ ആർ റൈറ്റ് there in the fridge, അത് ഫ്രിഡ്ജിൽ തന്നെയുണ്ട്.